കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗം, എൻ്റെ ദാരിദ്ര്യം യേശുക്രിസ്തു ക്രൂശിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ദാരിദ്ര്യത്തിനോ ഞെരുക്കത്തിനോ ശൂന്യതയ്ക്കോ ഇല്ലായ്മയ്ക്കോ എൻ്റെ മേൽ അവകാശമില്ല. അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിൻ്റെ ആരോഗ്യവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ ഞാൻ സമൃദ്ധിയോടെ ഇരുന്ന കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ പിന്നെയും മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100-ന് മുകളിൽ ആളുകൾ അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ കർത്താവ് ഇടയാക്കി. അത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് 1-2 പേരെ കാണത്തുള്ളെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ ഇത്രയും അധികം ആളുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹത്തോടെ വന്നു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ വേണ്ടി, അവർക്ക് കൃപാവരമില്ലെങ്കിൽ അന്യഭാഷാ വരവില്ലെങ്കിലും അവർ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ വലിയ ആഗ്രഹത്തോടെ വന്നു. ഞാൻ നിങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷമയോടെ അത് കേട്ടിരുന്നല്ലോ, അതിൽ പങ്കുചേർന്നല്ലോ. അതിൻ്റെ അനുഗ്രഹമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുന്ന വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അപ്പോൾ ഫെബ്രുവരിയിലെ മീറ്റിങ്ങിന് നമുക്ക് എത്ര ദിവസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്, എത്ര ദിവസം കൂടി ഇനി ഡേറ്റ് ഉണ്ട്? കണക്കും എല്ലാം കൂട്ടുന്നുണ്ട് ആരെങ്കിലും? 24 ദിവസവും കൂടെ നമ്മൾ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാൻ 24 ദിവസം. കൊല്ലം എല്ലാം കൂടെ നമ്മൾ എന്തായാലും എറണാകുളം വെച്ച് നമുക്ക് കൂട്ടിയേക്കാം. പോട്ടെ, എറണാകുളം വെച്ച് നമുക്ക് കൂട്ടിയേക്കാം. 24 മുതൽ 24 ദിവസം കൂടെ അല്ലേ, നമ്മുടെ 20-ാം തീയതിയിലെ പ്രാർത്ഥനയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ കർത്താവ് വലിയ പ്രവർത്തികൾ, അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ പ്രതീക്ഷയോടെ ഇരിക്കണം. ഞാൻ ഉറപ്പിച്ചു പറയുന്ന വലിയൊരു എക്സ്പീരിയൻസ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇന്ന് ലൈവിൽ കാണുന്നവർ നിങ്ങളെ ഇപ്പോൾ ഇതുപോലെ സൂമിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വലിയ വലിയ വഴിത്തിരിവുകളെ കർത്താവ് അവിടെ ചെയ്യും. വൻ കാര്യങ്ങളെ കാണാനും കേൾക്കാനും കർത്താവ് സഹായിക്കും. നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂട്ടിക്കൊണ്ട് വരിക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വരിക. ദൈവം നിങ്ങളെ ആലോചനയാൽ നിറയ്ക്കും. നിങ്ങളോട് പറയുവാൻ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് എന്തെങ്കിലും ആലോചന എനിക്ക് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പ്രവചിക്കുവാൻ ദൈവം ഒരു നിയോഗം തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞതിന് ശേഷമേ ഉള്ളൂ ഞാൻ ആ ഓഡിറ്റോറിയം വിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആരും നിങ്ങൾ ധൃതി വെക്കുകയൊന്നും വേണ്ട. എല്ലാ ലാസ്റ്റ് വ്യക്തികൾക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ആ ഓഡിറ്റോറിയം വിട്ട് പോകത്തുള്ളൂ. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യും. അതിനുള്ള ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെയും ദൈവം തരും. കർത്താവ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ പോരാടണം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പം ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. പല പട്ടണത്തിൽ നിന്ന് വരുന്നവരുണ്ട്. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ്, അത് മിസ്സാക്കരുത്. വരിക, പ്രാർത്ഥിച്ചുകൊണ്ട് വരിക. കർത്താവ് നിങ്ങളോട് ഇടപെടും. നിങ്ങളുടെ ഭാവി, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഒറ്റ ആലോചനയാണ് നമ്മുടെ ജീവിതത്തെ ചേഞ്ച് വരുത്തുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരാലോചന മതി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ. ആ ഒറ്റ ആലോചന കേട്ടാൽ മതി നമ്മുടെ ജീവിതം ടേണിങ്ങിലേക്ക് പോകുവാൻ കർത്താവ് ഇടയാക്കി തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വചനങ്ങളെ കേൾക്കാം, തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നല്ലോ. ദൈവം പിന്നെയും നമ്മളെ സഹായിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ഭാഗം അല്ലെങ്കിൽ വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ആരും അത് തിരിച്ചറിയുന്നില്ല. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ തന്നെ അന്യഭാഷ വരത്തെ പറ്റിയാണ്. ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷ. നിങ്ങളെല്ലാവരും അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടും റിസൾട്ടുകൾ കാണാത്തത് എന്തുകൊണ്ട്? അന്യഭാഷയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ സമയത്തും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് റിസൾട്ടുകൾ കാണുന്നില്ല? അതെന്താണ് അതിൻ്റെ ഒരു തടസ്സം എന്നുള്ളത് ഇന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷം നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വലിയ റിസൾട്ടുകളെ കാണുവാൻ കർത്താവിൽ ഇടയായിത്തീരും.
ഞാനൊരു വാക്യം ഇന്ന് അതിലായിട്ട് എടുക്കാം. നമ്മൾ ഇന്ന് മുതൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുകയാണ്. പലപ്പോഴും ലേഖനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നുവെങ്കിൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലില്ല, നാളെ മാത്രം യൂട്യൂബിലാണ്. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ പിന്നെയും സൂമിൽ തന്നെയാണ്. അപ്പോൾ നാളെ ഇവിടെ സൺഡേ പ്രയർ നടക്കുന്നത് കൊണ്ട് ആ സമയത്തിൻ്റെ അകത്ത് യൂട്യൂബിലേ കാണത്തുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായും വിശ്വസിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. അപ്പോൾ ദൈവമാണ് നമ്മളിൽ പ്രവൃത്തി ആരംഭിക്കുന്നത്. എപ്പോൾ? നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ഇന്ന് എടുത്ത വാക്യം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൊണ്ട്, പെന്തക്കോസ്ത നാള് വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മൊത്തവും നിറച്ചു. ശ്രദ്ധിച്ചോണം, പെന്തക്കോസ്ത പെരുന്നാൾ, ഒത്തിരി പെരുന്നാൾ യഹൂദനുണ്ട്. അവത്തിലൊരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെന്തക്കോസ്ത പെരുന്നാൾ. പെന്തക്കോസ്ത പെരുന്നാളിൻ്റെ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെല്ലാവരും യെരുശലേം ദേവാലയത്തിൽ, അല്ലെങ്കിൽ മർക്കൂസിൻ്റെ മാളിക മുറി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് യെരുശലേമിൽ തന്നെ അവരെല്ലാവരും ഒന്നിച്ചു കൂടി. ഇതിൽ പല തർക്കങ്ങളുണ്ട്. ചിലർ പറയുന്നു യെരുശലേമിലാണ്, ചിലർ പറയുന്നു ശലോമോൻ എഴുതിയ മണ്ഡപത്തിലാണ്. എങ്കിലും അവരെല്ലാവരും യെരുശലേമിൻ്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ യെരുശലേമിൻ്റെ അടുത്ത് തന്നെ അവരൊന്നിച്ചു കൂടി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ കേട്ടു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാനത്തോളം അത് തികയ്ക്കും. അപ്പോൾ നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് ഏതൊരു ബ്രദറോ, ഏതെങ്കിലും ഉപദേശിയോ, ഏതെങ്കിലും പാസ്റ്ററോ, ഏതെങ്കിലും പുരോഹിതനോ അല്ല. നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ ദൈവമാണ്. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. നമ്മൾ എപ്പോഴും പറഞ്ഞില്ല, യേശുക്രിസ്തുവിനെ വിളിച്ച് ഇറങ്ങിയ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ മുറുക്ക പിടിച്ചോണം. പ്രതിസന്ധികളിൽ നമ്മളെ തളർന്നു പോകാതെ, പ്രതികൂലങ്ങളിൽ നമ്മളെ വിട്ടേച്ചു പോകാത്ത യേശു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. ഇത് നിങ്ങളുടെ അകത്ത് ഉറപ്പായി ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രവേശിക്കണം. ഇവിടെ നിങ്ങൾ ആ ഫിലിപ്പിയിലാണ് നോക്കി, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വസിക്കണം. നമ്മൾ പലപ്പോഴും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവ് എന്തുകൊണ്ടിത് വന്നു? നല്ലതാണ് ആ ചോദ്യം. ദൈവം ചിലപ്പോൾ സംസാരിക്കും. കർത്താവ് പറയും, ഇന്ന കാരണം കൊണ്ടായിരിക്കും അത് വന്നത്. ഇനി ഒന്നും സംസാരിച്ചില്ലെങ്കിലും, ഒന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ ദൈവം എന്നെ ഈ പ്രതിസന്ധിയിൽ ഉറപ്പിച്ചിരിക്കും. എൻ്റെ ദൈവം എന്നെ ഈ വിഷയത്തിൻ്റെ അകത്ത് ഉറപ്പായും അവൻ അത്ഭുതത്താൽ എന്നെ ഉറപ്പിച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഉറപ്പായി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുക. അപ്പം നമ്മൾ തന്നെ ഓടുന്ന പരിപാടിയല്ല, നമ്മൾ തന്നെ ജീവിക്കുന്ന പരിപാടിയല്ല വിശ്വാസ ജീവിതം. ദൈവം എന്നെ നടത്തുന്നതാണ് വിശ്വാസ ജീവിതം. അപ്പോൾ കർത്താവ് എന്നെ നടത്തുന്നുവെങ്കിൽ ആ കർത്താവ് എന്നെ എന്ത് ചെയ്യുന്നറിയാവോ? ക്രിസ്തു യേശുവിൻ്റെ നാളോളം എന്നെ ഉറപ്പായും വിശ്വസിച്ചും ഇരിക്കുന്നു. അപ്പോൾ ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ നടത്തും. മറന്നു പോകല്, ദൈവം നമ്മളെ നടത്തും. കർത്താവിൻ്റെ ഈ സൗണ്ട് ഇല്ല എങ്കിൽ ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറിയാൽ മതി, സൗണ്ട് ക്ലിയർ ആവും. എനിക്ക് 1-2 പേർക്ക് സൗണ്ട് പ്രശ്നമുള്ളൂ. സൗണ്ട് ഇല്ലെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടെ ലെഫ്റ്റ് ചെയ്തിട്ട് കയറിയാൽ മതി. അപ്പോൾ ക്രിസ്തു യേശുവിൽ നമ്മളെ ഉറപ്പിക്കും. നിങ്ങൾ നോക്കി, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്താൽ നമ്മൾ നടത്തപ്പെടുവാൻ ഞാൻ എപ്പോഴും ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സുഹൃത്തുക്കളും എല്ലാ ദിവസവും കാണുന്ന സുഹൃത്തുക്കളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ കണ്ട സുഹൃത്തിനെ നിങ്ങൾ 40-ാമത്തെ വയസ്സിൽ കണ്ടു കഴിഞ്ഞാൽ വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്യും. ആ വ്യക്തി ഇപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളോട് പെരുമാറുന്നതെന്നും അവൻ്റെ അവസ്ഥ എന്താണെന്നും നമുക്ക് അറിയത്തില്ല.
പക്ഷെ എല്ലാ ദിവസവും കാണുന്ന ഒരു വ്യക്തിയെപ്പറ്റി നമുക്ക് എല്ലാം അറിയാവുന്നത് പോലെ ദൈവവുമായിട്ട് എല്ലാ ദിവസവും ബന്ധപ്പെടുവാനുള്ള ഏക നല്ലൊരു മാർഗമാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. നോക്കിക്കേ, അന്യഭാഷയിൽ സംസാരിച്ചു. നമ്മൾ ഇന്നലെ കേട്ടു പലവിധ അന്യഭാഷയുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ ഭാഷയുണ്ട്, ദൈവത്താലുള്ള ഭാഷയുണ്ട്, അല്ലേ? മനുഷ്യൻ്റെ ഭാഷ, ദൈവത്തിൻ്റെ ഭാഷ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 14 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കേട്ടു ആത്മീക വർധനവ് വരുത്തണം. അപ്പം അന്യഭാഷയിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തും. ഞാൻ പറഞ്ഞിട്ടില്ലേ, പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ അവിടെ ഇരിക്കുക. നിങ്ങളുടെ ഭാരമൊക്കെ മനസ്സിലുണ്ടായിക്കോട്ടെ, ഇനി ടെൻഷൻ ഉണ്ടായിക്കോട്ടെ, ആ വാതിലൊക്കെ ഒന്ന് അടയ്ക്കാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് കുറച്ചു നേരം മാറിയിരിക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ നമുക്ക് ആദ്യം വേണ്ടത് ദൈവവചനം പ്രഖ്യാപിക്കണം. ചിലർ മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, പക്ഷെ അവർക്ക് റിസൾട്ട് കാണാൻ കഴിയാത്തതിൻ്റെ കാരണം വചനം അവരെന്ത് ചെയ്യുന്നില്ല. വചനത്തിന് മാത്രമേ വെട്ടാൻ കഴിയത്തുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞ്, വചനത്തിന് മാത്രമേ പ്രശ്നങ്ങളെ വെട്ടാൻ കഴിയത്തുള്ളൂ എന്ന് പറ. വചനത്തിന് മാത്രമേ ആമേൻ. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉറപ്പായിട്ടും വചനം പ്രഖ്യാപിക്കണം. നമ്മളിന്ന് തുടക്കത്തിൽ അന്യഭാഷ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ വചനവും പറയുന്നുണ്ട്, അന്യഭാഷയും പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരം ഉണ്ടെന്ന് പറയുക, ഞാൻ അന്യഭാഷ പറയും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന അന്യഭാഷ ദൈവവചനവുമായി ചേർന്ന് ഏതു ഭയങ്കര പ്രതിസന്ധിയാണെങ്കിലും, എന്നാ വലിയ വിഷയമാണെങ്കിലും അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ മുമ്പിൽ സാക്ഷ്യമാക്കി കൊണ്ടുവരും. ആമേൻ. അപ്പോൾ ഇവിടെ നോക്കി, അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ശ്രദ്ധിച്ചോണം, അന്യഭാഷയിൽ. അപ്പം അന്യഭാഷ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ. അപ്പം ആരാണ് അന്യഭാഷ തരുന്നത്? ഒന്ന് പറഞ്ഞു, ആരാ അന്യഭാഷ തരുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, എന്നോട് പലരും ചോദിക്കും, ബ്രദറെ എന്നെ അന്യഭാഷ പഠിപ്പിക്കാവോ എന്ന് ചോദിക്കും. ഒരിക്കലും എനിക്ക് പറ്റത്തില്ല. ഇംഗ്ലീഷോ മലയാളമോ തെലുങ്കോ കന്നഡയോ ഹിന്ദിയോ മറാഠിയോ ഉറുദു ഒക്കെ നമുക്ക് പഠിപ്പിക്കുക ഒരു പുസ്തകം ഉണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ABCD പോലത്തെ അല്ലെങ്കിൽ ഈ പോലത്തെ ഒരു അക്ഷരമാല ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം. അന്യഭാഷയ്ക്ക് ലിപി നമുക്കറിയത്തില്ല, ഇതിൻ്റെ എവിടെ സ്റ്റാർട്ടിങ് നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്നതാണ് അന്യഭാഷ. അന്യഭാഷ പകർച്ചിലൂടെ ലഭിക്കുന്ന അന്യഭാഷയുണ്ട്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് അന്യഭാഷ വരം ഒറിജിനലായിട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം. ഉപായമല്ല, അതിൻ്റെ ഉള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു അന്യഭാഷ ചിലപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ ഞാനത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വായിൽ പെട്ടെന്ന് അന്യഭാഷ എനിക്കും വന്നു. അപ്പോൾ നിങ്ങൾക്ക് വന്നത് ഒറിജിനൽ അന്യഭാഷയാണെങ്കിൽ ആ അന്യഭാഷയിൽ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ടെൻഡൻസി ഉണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഭാഷ നിങ്ങളുടെ അകത്ത് വന്നാൽ ഈ ഭാഷ പറയുവാൻ ടെൻഡൻസി ഉണ്ടാകും. 2, അന്യഭാഷ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ റിസൾട്ടുകളുണ്ടാകും. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവവുമായിട്ട് സംസാരിക്കുന്നവൻ രക്ഷപ്പെട്ടില്ലേ, പിന്നെ ആര് രക്ഷപ്പെടാനാ? ദൈവത്തോട് സംസാരിക്കുന്നവൻ ഉയർന്നില്ലെങ്കിൽ പിന്നെ ആരുയരാനാ? ദൈവത്തോട് ബന്ധമുള്ള വ്യക്തി രക്ഷപ്പെട്ടില്ലേ, പിന്നെ ആ പട്ടണത്തിൽ ആര് രക്ഷപ്പെടാൻ? അപ്പം അന്യഭാഷ നിങ്ങളിൽ വന്നത്, ഇപ്പം എനിക്ക് നിങ്ങളുടെ അന്യഭാഷ പരിശോധിക്കാൻ കഴിയത്തില്ല, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പം നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുക, പക്ഷേ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റിസൾട്ടുകൾ. അന്യഭാഷ വര ഉള്ളവൻ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ, ചിലപ്പോൾ തിരക്കായിരിക്കും, നിങ്ങൾക്ക് സമയമില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ അകത്ത് ടെൻഡൻസി ഉണ്ടാകും അന്യഭാഷയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇനി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ടെൻഡൻസി വരും, ഒരു പ്രേരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കാര്യം, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ മാത്രമേ ഈ ഭാഷ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്, ഞാനിത് പലപ്പോഴും പറഞ്ഞല്ലോ. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. തെളിവ് ഞാൻ പറയാം. നമ്മൾ ഇന്നലെ കൊരിന്ത്യർ ലേഖനത്തിനകത്ത് കേട്ടതുപോലെ അന്യഭാഷയിൽ സംസാരിക്കുന്ന തനിക്ക് താൻ ആത്മീക വർധന വരുത്താൻ തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആരും അത് തിരിച്ചറിയുന്നില്ല. കണ്ടോ? അപ്പം ആരും തിരിച്ചറിയാത്ത അന്യഭാഷയുണ്ട്,
അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെട്ട അന്യഭാഷയുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെട്ട അന്യഭാഷ മനുഷ്യൻ്റെ ഭാഷയാണ്. മനുഷ്യർക്ക് മനസ്സിലാകുന്ന അന്യഭാഷയുമുണ്ട്. ഇവിടെ നോക്കി, ആരും തിരിച്ചറിയാത്ത അന്യഭാഷയുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുമ്പോൾ ദൂതന്മാരുടെ ഭാഷയുണ്ട്. നിങ്ങൾ നോക്കി, ഞാൻ ആ വാക്യം എടുക്കാം. 15-ാം അധ്യായം, എനിക്ക് തോന്നുന്നത് 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തേക്ക്, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ സ്നേഹമില്ലായി, മനുഷ്യരുടെ ദൂതൻ്റെയോ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്താലുള്ള അന്യഭാഷയാണെങ്കിൽ അവനത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുവാൻ അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാകും? ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ആ ടെൻഡൻസി അവന് വരുന്നില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അന്യഭാഷ നിങ്ങളുടെ നാവിലേക്ക് വന്നു, നിങ്ങൾക്ക് ആ നാവിൽ വന്നിട്ട് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. പലപ്പോഴും അന്യഭാഷ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് വന്ന് പിന്നെ അത് പ്രാർത്ഥിക്കാൻ തോന്നുന്നൊന്നുമില്ല, ഒന്നും തോന്നുന്നില്ല. ഒരു എന്താ പറയുന്നത്, ഇവിടെ നോക്കിയേ, ഒന്നും നിങ്ങൾക്ക് ടെൻഡൻസി തോന്നുന്നില്ല. ടെൻഡൻസി വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വന്നേക്കുന്ന അന്യഭാഷയിൽ എന്തോ പ്രശ്നമുണ്ട്. നോക്കി, ഇവിടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. നോക്കി, അപ്പോൾ ആരാ പ്രാർത്ഥിക്കുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരാ പ്രാർത്ഥിക്കുന്നത്? ഓക്കെ, 13 ഒന്നല്ലേ, അന്യഭാഷയിൽ ആരാ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഇത് ഏതാത്മാവായി പ്രാർത്ഥിക്കുന്നത്? അല്ല, ഇവിടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ അകത്തിരുന്നു കൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചേ, റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ സഹായിക്കുന്നു, വേണ്ടുന്നതുപോലെ പ്രാർത്ഥിക്കേണ്ട നാം അറിയുന്നില്ല, എന്നാൽ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്യുക. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് നമുക്ക് എന്ത് ചെയ്യുക? പക്ഷപാതം ചെയ്യുക. അപ്പോൾ പരിശുദ്ധ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നിട്ട്, അതായത് അതാണ് അന്യഭാഷയെ പറ്റി പറയുന്നത്. അപ്പോൾ ആത്മാവ് എനിക്ക്, നിങ്ങൾ നോക്കി അപ്പോസ്തല പ്രവൃത്തിയോട് ഞാൻ ഈ വാക്യം പറഞ്ഞതുപോലെ, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷയിൽ. അപ്പോൾ ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തു. ആർക്ക്? അവർക്ക് കൊടുത്തു. അവരെങ്ങനെ ചെയ്തു? അന്യഭാഷയിൽ സംസാരിച്ചു. അന്യഭാഷ എന്നുള്ളത് ആത്മാവിൻ്റെ ഭാഷയാണ്. നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പ്രാർത്ഥനയിൽ വരുന്നവർ വലിയൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും പ്രാർത്ഥന കയറിയിട്ടുണ്ടോ? ആദ്യമായിട്ട് ഈ സൂമി വന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ടോ? ആദ്യമായിട്ട് പ്രാർത്ഥന വന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ആദ്യമായിട്ടാണോ കയറിയേക്കുന്നത്? അതെ അതെ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ കുഴപ്പമില്ല, മനസ്സിലായിക്കോളും. എന്നാൽ ഈ ഒരു വിഷയം കേൾക്കണം കേട്ടോ. ആദ്യമായിട്ട് വന്നവർക്ക് ഇനി കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. നിങ്ങളിപ്പോൾ വഴിതെറ്റിപ്പോയതൊന്നുമല്ല. ബൈബിളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് ഈ പ്രാർത്ഥന കാണാൻ പറ്റും. അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മുടെ മുമ്പിലുള്ള പല വിഷയങ്ങൾക്കും പിന്നിലൊരു ശക്തിയുണ്ട്. നമ്മളതിനെ പിശാചെന്നും ദുരാത്മാവെന്നും പല തടസ്സമെന്നും ഒക്കെ പറയും. പക്ഷെ ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ചിലപ്പം നിങ്ങൾ പോകുന്ന വഴി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. അവർ കോയമ്പത്തൂർ പഠിക്കാൻ പോയ സമയത്ത് അവർ താമസിക്കുന്ന ഹോസ്റ്റൽ, ഇപ്പോഴല്ല കുറേ വർഷം മുമ്പ് അവർ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ ആ വളവിൽ എപ്പോഴും വാഹനാപകടമാണ്. ഭയങ്കര പേടിച്ചിട്ട് ഇവർ പുറത്തിറങ്ങുന്നതും കോളേജ് പിള്ളേരൊക്കെ അങ്ങോട്ട് പൊക്കോണ്ടിരുന്നതും. അപ്പോൾ ആ സമയത്താണ് ഇവർ പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂർ പോകുന്നത്. അപ്പോൾ കോയമ്പത്തൂർ ചെന്ന സമയത്ത് തന്നെ പേടിച്ചാണ്. ആ വളവിൽ എപ്പോഴും അപകടം, എല്ലാ ദിവസവും ആക്സിഡൻ്റാണ്, എപ്പോഴും ആക്സിഡൻ്റാണ്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കുന്ന രീതിയിലൊരു ആക്സിഡൻ്റ് ഇടുന്ന ഏരിയ. എത്ര കൺട്രോൾ ചെയ്തിട്ടും പറ്റുന്നില്ല. അവസാനം ഈ ബ്രദർ എന്ത് ചെയ്യുന്നറിയാവോ? അവിടെ ഇരുന്നുകൊണ്ട് ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഈ ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ ഒരു ഏരിയയിൽ അനർത്ഥം കൊണ്ടുവരുന്ന എന്താണോ അതിൻ്റെ പിന്നിലെ കാരണം, അതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നവരോട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. അദ്ദേഹം രാവിലെ മുതൽ ഇങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകുന്നേരം പ്രാർത്ഥന നിന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് പിന്നീട് ഒരിക്കലും ആ വളവെങ്കിൽ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇന്നേ വരെ ഒരനർത്ഥത്തിൻ്റെ വാർത്ത അവിടെ കിട്ടില്ല. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? എന്തോ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അവിടെ അനർത്ഥം കൊണ്ടുവരുന്ന, അനർത്ഥത്തെ കൊണ്ടിടുന്ന എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു.
അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതിനെ ആത്മാവിൽ അതിനെ യുദ്ധം ചെയ്യുകയാണ്. സ്പിരിച്വൽ വാർഫെയർ നടക്കുവാണ്. ദൈവവുമായിട്ട് കൂട്ടുപിടിച്ച് നിങ്ങളുടെ ആത്മാവ് ഫൈറ്റ് ചെയ്യുകയാണ് ആ വിഷയത്തോട്. ഇതാണ് അന്യഭാഷ പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളുണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ അന്യഭാഷ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്കുണ്ടായൊരു വലിയൊരു എക്സ്പീരിയൻസ്. രാത്രിയാണ്ട് ആരും പേടിക്കുമൊന്നും വേണ്ട. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു 2013 സമയത്ത് ഒരു ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, 13-14 സമയത്ത് ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അന്യഭാഷ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ളൊരു വ്യക്തിയുടെ മേലിൽ നിന്ന് ദുരാത്മാവ് ഇറങ്ങിപ്പോകുന്നത് വലിയൊരു രൂപത്തിൽ കാണാൻ പറ്റി. ഒന്നോർത്ത്, വലിയൊരു രൂപം വിട്ടു മാറിപ്പോകുന്നത്. കാര്യം ആ സമയത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണ് ആഴമായി തുറന്നു. ദുരാത്മാവ് ആ ശരീരം വിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ണുകൊണ്ട് കാണാൻ, നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു രൂപം ആ ശരീരം വിട്ട് ഇറങ്ങിപ്പോവുകയും ആ വ്യക്തിയുടെ മേൽ വലിയൊരു വിടുതൽ ഉണ്ടാകുന്നത് കാണാനും പറ്റി. ആ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത മനുഷ്യനിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായി. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായപ്പോൾ അതായത് അദൃശ്യ മണ്ഡലങ്ങളെ കാണാനുള്ള ഒരു കൃപ ആ സമയത്ത് നമ്മുടെ മേൽ ഓപ്പണായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ബെനിഫിറ്റുകളാണ് ഞാൻ പറയുന്നത്. പക്ഷേ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി നിർബന്ധമായും കർത്താവിൻ്റെ വചനം പറയണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയും അന്യഭാഷ വരം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ എന്തു സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ എത്ര തള്ളി നോക്കിയിട്ടും മാറാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ യുദ്ധം ചെയ്യുമെന്ന് പറ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ യുദ്ധം ചെയ്യുകയാണ്. ആമേൻ. അപ്പം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കും തോറും, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. പരിശുദ്ധ ആത്മാവ്, ഞാൻ പറഞ്ഞില്ലേ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ദൈവാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താൻ നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ആരോടാ സാക്ഷ്യം പറയുന്നത്? നിങ്ങളുടെ ബുദ്ധിയോടല്ല, കണ്ണിനോടോ മൂക്കിനോടോ ചെവിയോടോ അല്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മുടെ അകത്ത മനുഷ്യനോടാണ്, ഈ ആത്മാവിനോടാണ്. അതുകൊണ്ട് മരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല ആൾ പോയെന്ന് പറയുന്നത്. ആളവിടെ പെട്ടിക്കകത്ത് കിടക്കുക, പക്ഷെ പറയും ആൾ പോയെന്ന് പറയും. ആരാ പോയത്? അകത്തിരിക്കുന്ന ഒരു ആത്മാവ്, വ്യക്തിത്വം. അതാണ് ഒറിജിനൽ. ഈ വ്യക്തിയുമായിട്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഈ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അന്യഭാഷ പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ടത് പറയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അകത്തുനിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, അന്യഭാഷ പഠിക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥനയിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊരു അന്യഭാഷ വരും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയും, ബ്രദറെ എൻ്റെ വായിൽ എന്തൊക്കെയോ അന്യഭാഷ വരുന്നുണ്ട് ബ്രദറെ, ഇത് ശരി. നിങ്ങളിത് പറഞ്ഞു തുടങ്ങുക. പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ അന്യഭാഷ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു തോന്നൽ വരുന്നില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ബ്രദറെ, അതിൻ്റെ അർത്ഥം അത് വന്നത് ഒറിജിനലല്ല. പക്ഷെ നാളെ ഒരു ടെൻഡൻസി വരിക പിന്നെയും പ്രാർത്ഥിക്കാൻ. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ ടെൻഡൻസി വരിക. കഞ്ഞിക്ക് അരി ഇടുമ്പോൾ പ്രാർത്ഥന ടെൻഡൻസി വരിക. കറിക്ക് അരിയുമ്പോൾ പെട്ടെന്നൊരു ടെൻഡൻസി മനസ്സിൽ നിന്ന് വരിക. നടക്കുന്ന വഴിയിൽ അന്യഭാഷ പറയാൻ ടെൻഡൻസി വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അകത്തേക്ക് കയറിയ ആത്മാവിൻ്റെ ഭാഷ നിങ്ങളകത്ത് ചലിക്കുവാൻ തുടങ്ങി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും എന്താ സംഭവിക്കുന്നറിയാവോ? ഒരു അഗ്നിമയം വെളിപ്പെടുകയാണ്. ഒരഗ്നി, അഭിഷേകത്തിൻ്റെ ഒരു അഗ്നി നിങ്ങളുടെ മേൽ ജ്വലിക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? പിശാചിന് നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ കഴിയത്തില്ല, പിശാചിന് നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല, അനർത്ഥത്തിന് നിങ്ങളെ കൊല്ലുവാൻ കഴിയത്തില്ല, പിശാചിൻ്റെ പ്രവൃത്തിക്ക് നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ വലിയ ദൈവശക്തിയുടെ ഒഴുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ എല്ലാവരേക്കാൾ അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്തുതിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെ നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം. അപ്പോസ്തല കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ 13 കേട്ടോ, 14 ദൂതന്മാരുടെ ഭാഷയെപ്പറ്റി പറഞ്ഞു. ഞാൻ മനുഷ്യരുടെയോ ദൂതന്മാരുടെയോ ഭാഷയിൽ സംസാരിച്ചാലും.
ശ്രദ്ധിച്ച്, അപ്പം മനുഷ്യരുടെയും ഭാഷയുണ്ട്, ദൂതന്മാരുടെയും ഭാഷയുണ്ട്. അപ്പോൾ ദൂതന്മാരുടെ ഭാഷകളെ നമുക്ക് അന്യഭാഷയായി വരും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ദൂതൻ്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏഞ്ചലിക് വിസിറ്റേഷൻ, അതായത് പല എക്സ്പീരിയൻസുകളുണ്ട്. ഈ ദൈവത്തിൻ്റെ ദൂതന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യങ്ങൾ നിങ്ങളുടെ അടുക്കലേക്കോ ഭവനത്തിലേക്കോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ചിലരിങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് എപ്പോഴും ഉണ്ടാകും, ഈ സ്വർണത്തിൻ്റെ തരികൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. സ്വർണ്ണത്തരികൾ, യഥാർത്ഥത്തിലെ സ്വർണത്തിൻ്റെ പൊടികൾ നമ്മൾ ഈ മണൽ വാരി എറിയുന്നത് പോലെ ആ വ്യക്തിയുടെ ശരീരത്തിലേക്കും മുടിയിലേക്കും ദേഹത്തും എല്ലാം നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് എണീക്കുമ്പോൾ തിളക്കോ ഭയങ്കര സ്വർണത്തിൻ്റെ തരികൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് എല്ലാം ഇങ്ങനെ വരും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പം. അത് ചില ദൂതന്മാരുടെ സാന്നിധ്യം നമ്മളിലേക്ക്, അപ്പോൾ അവൻ ആ സമയത്ത് നമ്മുടെ അന്യഭാഷയിൽ വ്യത്യാസം വരും. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അന്യഭാഷ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും, മനസ്സിലൊരു എന്തോ ഒരു അസ്വാഭാവികമായിട്ട് എന്തോ നിങ്ങളുടെ ഭവനത്തിൽ നടക്കുന്നതായിട്ടൊരു ഭയമോ തോന്നലോ വന്നാൽ ഉടനെ അന്യഭാഷ പറയുക. ആ സമയത്ത് നിങ്ങൾ സാധാരണ പറയുന്ന അന്യഭാഷ അല്ല, വേറെന്തോ അന്യഭാഷ വരുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രവേശനം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ, ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അന്യഭാഷയ്ക്കകത്ത് യുദ്ധത്തിൻ്റെ അന്യഭാഷ വരും. ഞാൻ പറഞ്ഞല്ലോ, പലവിധ ഭാഷാവരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. ഈ അന്യഭാഷ മനുഷ്യനറിയാവുന്ന ഭാഷയാണ്, മനുഷ്യനറിയാവുന്ന ഭാഷ. അപ്പോൾ ഒരു വിശ്വാസി നിർബന്ധമായിട്ട്, ഇവിടെ പൗലോസ് പറഞ്ഞു നോക്കിയേ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? അന്യഭാഷയിൽ സംസാരിക്കണം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എല്ലാവരും അന്യഭാഷ സംസാരിക്കണം എന്ന് പറ. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം. ഇനി അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, കാണാൻ പറ്റുന്നവരൊന്ന് വായിച്ചേ. ഒരു മിനിറ്റ്, ഇത് രണ്ടും ഒരുമിച്ചൊന്ന് വായിച്ചേ. ഒരു മിനിറ്റ്, ഈ രണ്ട് വാക്കുകൾ എനിക്ക് കൂട്ടുപോയി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവന്റെ ഒരു പ്രത്യേകത താഴെ പറഞ്ഞൊന്ന് വായിച്ചേ. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം, വിശേഷാൽ പ്രവചിക്കണം. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നവന് പ്രവചിക്കുവാൻ കഴിയും. ഭാവിയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് പ്രവചിക്കുവാൻ കഴിയും. അനേകരുടെ ജീവിതത്തിൽ എന്താണ് കാരണമെന്ന് പ്രവചിക്കുവാൻ കഴിയും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ, താഴെ പറയുന്നു, അവർ സഭയ്ക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. പ്രവചിക്കുന്നവനോ, അടുത്ത വാക്യത്തിൽ പ്രവചിക്കുന്നവനോ അവനേക്കാൾ വലിയവൻ. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, സഭയിൽ അന്യഭാഷ പറയുന്ന ആളല്ല വലിയവൻ, സഭയിൽ പ്രവചിക്കുന്നവൻ. നമ്മളൊക്കെ ചിന്തിക്കല്ലേ, നമ്മുടെ സഭയിലൊക്കെ എന്തോ ഉള്ളതല്ലേ, ഇതൊക്കെ ആദ്യമ നൂറ്റാണ്ടിൽ നടന്നുകൊണ്ടിരുന്ന, ഇതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ ആദ്യം നിന്നൊക്കെ വഴിവിട്ട് മാറിപ്പോയി. നമ്മളിപ്പോൾ പ്രശ്നങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയും, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ മുട്ടുമുടക്കുന്ന പരിപാടിയാണ് പറയുന്നത്. പ്രശ്നം മാറാൻ വേണ്ടി നിങ്ങളിനി ഓടണ്ട. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ തകർന്ന് താഴെ വീഴാൻ വേണ്ടി പോവുക അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നുണ്ടോ? ആത്മീയമായി വർധനവുണ്ടാവും. ആത്മീയമായി വർധനവ് നിങ്ങളുടെ മേലേക്ക് വരും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ നിങ്ങൾ ഈ ദിവസങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. പ്രാക്ടീസ് എന്നുള്ള വാക്ക് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എക്സസൈസ് ചെയ്ത് നോക്കി. രണ്ടും ഒരേ വാക്കാണെങ്കിലും ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഒരു ദിവസങ്ങളിൽ ഏകദേശം എങ്ങനെയെങ്കിലും 1 മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞത്. അരമണിക്കൂർ കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂർ ഏറ്റവും കുറഞ്ഞതാണ്. 1 മണിക്കൂർ കൂട്ടണം. 1 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത്. കറി അരിയുമ്പോഴോ കഞ്ഞി വെക്കുമ്പോഴോ എന്തും ആയിക്കോട്ടെ, ഏത് സമയത്തായിക്കോട്ടെ, ഒന്ന് മാറ്റിവെച്ച് അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഇടയിൽ വചനം ഒന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ഒരൊറ്റ മാസം നോക്കിക്കേ. ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സകല വിഷയങ്ങളും അവിടെ കാണത്തില്ല. സകല വിഷയങ്ങളും അവിടെ അത്ഭുതമായി മാറും. കാര്യം ദൈവവുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുക. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എത്ര നേരമെന്നുള്ളത്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആമേൻ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സമയത്ത് എൻ്റെ അടുക്കലേക്ക് വരാൻ ഇടയായി തീർന്നു. അപ്പം ഞാൻ ആ സമയത്ത് വീട്ടിൽ ഫ്രീ ആയിരുന്നു. അദ്ദേഹം എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഈ കുറേ വിഷയമുണ്ട് ബ്രദറെ, അങ്ങനെയാണ് ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞു.
അപ്പം ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ അങ്ങ് ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സുമാണ്. എൻ്റെ കൂടെ അങ്ങ് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച്, വേറെ ഒന്നും വേണ്ടണ്ട, ഒരുമിച്ച് ഞങ്ങൾ അങ്ങോട്ടിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് നന്നായിട്ടിരുന്ന് ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു. രാവിലെ മുതൽ ഒരു ഉച്ച വരെ ഇരുന്നുകൊണ്ട്, അപ്പോൾ എത്ര നേരം തളിച്ചേക്കും, ഒരു 9-10 എനിക്കറിയത്തില്ല, ഉച്ച 1 മണി വരെ ഇരുന്നുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി ഞങ്ങൾ സംസാരിച്ചുകൊണ്ട സമയത്ത് ഒരു കോള് വന്നു. അവൻ ഏതാണോ ഭാരപ്പെട്ട വിഷയം അവിടെ റെഡിയായത് കണ്ടോ, ആ വിഷയം അവിടെ റെഡിയായി. എന്താ സംഭവിച്ചെന്നറിയാവോ? അവൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആത്മാവിൽ അവൻ യുദ്ധം ചെയ്തു. അവൻ ഭാരപ്പെട്ട് തടസ്സമായി നിന്ന വിഷയം അവിടെ കൈകാര്യം ചെയ്തു. ആത്മാവിൽ വെട്ടിക്കേറി. അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച പിശാചിൻ്റെ തന്ത്രം അവിടെ ബ്രേക്കായി. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഇതാണ് അന്യഭാഷയിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു ബ്രദറിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദൈവവുമായിട്ട് ബന്ധം വന്നാൽ പിന്നെ വേറെ എന്നാ കുഴപ്പം? ബ്രദർമാരൊന്നും വേണ്ടെന്നല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവർ നമ്മളെ സഹായിക്കുന്നവരാണ്. ആമേൻ. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞു വേണം അന്യഭാഷ പ്രാർത്ഥിക്കാൻ. അല്ലാതെ നിങ്ങൾ മണിക്കൂറുള്ള അന്യഭാഷ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഡെപ്പോസിറ്റായിട്ട് ബ്ലെസ്സിങ് കിടക്കുക, റിലീസാകത്തില്ല. നിങ്ങളുടെ ആ വന്ന അന്യഭാഷയുടെ അനുഗ്രഹം പുറത്തേക്ക് ഒഴുകണമെങ്കിൽ വചനത്തിലൂടെ മാത്രമേ അത് റിലീസാകത്തുള്ളൂ. അന്യഭാഷ പറയുന്നവൻ വചനത്തിലൂടെ മാത്രമേ അത് റിലീസ്. ഏത് ബ്ലെസ്സിങ്ങും ബൈബിൾ വചനത്തിലൂടെ പുറത്തേക്ക് വരത്തുള്ളൂ. ബൈബിൾ പറയുന്നു, അവൻ വചനം അയച്ച് വിടുവിച്ചു. അപ്പോൾ ഒരു വിടുതൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വചനം അയക്കപ്പെടണം. വചനത്തിലൂടെയാണ് ഡെലിവറൻസുകളുണ്ട്. യേശു പറയും, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. അപ്പോൾ സുവിശേഷത്തിലൂടെയാണ് ആ ഡെലിവറൻസുകൾ ഉണ്ടാകുന്നത്. അതെ, സങ്കീർത്തനം 107:20 അല്ലേ, വചനം അയച്ച് വിടുവിച്ചു. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി വചനം അയക്കണം. നിങ്ങൾ 3 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു, വചനം ഒന്നും പറഞ്ഞില്ല എങ്കിൽ ഞാൻ അന്യഭാഷ പറയുക, വചനം പറയുക, അന്യഭാഷ പറയുക, വചനം പറയുക, ഇത് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കറിയത്തില്ല, ഈ 2 ദിവസം ഞാൻ ഈ വിഷയങ്ങളല്ല എടുക്കാൻ വേണ്ടി ഇരുന്നത്, പക്ഷേ ഈ ദിവസങ്ങളിൽ എന്തോ കർത്താവ് നമ്മളെ ഇതിലൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പുതുതായിട്ട് വന്നവർക്ക് വിഷമമൊന്നും തോന്നണ്ട. നിങ്ങളുടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായി തീരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വിഷമങ്ങൾ സാക്ഷ്യമാകാൻ വേണ്ടി പോവുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഞാൻ പറഞ്ഞത് പലരും വിഷയങ്ങൾ വരുമ്പം പ്രാർത്ഥനയ്ക്ക് പോലും എന്ത് ചെയ്യാറില്ല, കയറാറില്ല. പലരും വിഷയങ്ങൾ വരുമ്പോൾ പിന്നെ അവർ മടുത്തു പോവുക. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മടുക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ആ വിഷയത്തെ ജയിക്കത്തില്ലെന്നുള്ള പിശാചിനറിയാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടും. അറിയോ, പലപ്പോഴും അതുകൊണ്ടാണ് പലരും ഈ പ്രശ്നം വരുമ്പോൾ പിന്മാറിപ്പോകുന്നതിൻ്റെ കാര്യം എന്നറിയോ? അവരുടെ ചിന്തയിൽ ദൈവം കൈവിട്ടെന്ന. പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ യുദ്ധം വരുമ്പം നിങ്ങൾ പറയുക, നമ്മുടെ ഭരണത്തിൻ്റെ പിടിപ്പുകാരാന്ന് പറഞ്ഞിട്ട് മാറിയതൊരു കാര്യമില്ല. അവിടെ പട്ടാളക്കാരുടെ ഒപ്പം ചേർന്ന് നിൽക്കണം. യുദ്ധം വരുമ്പോൾ രാജ്യത്തോടൊപ്പം, രാജ്യത്തെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് ചേർന്ന്, അതുകൊണ്ട് നീ എന്നോട് പറ്റിയിരിക്കുകയാണ്, ഞാൻ നിന്നെ വിടുവിക്കും. കേട്ടു നോക്കിയേ, പറ്റിയിരുന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും. അപ്പം നിനക്ക് വിടുതൽ കിട്ടാത്തൊരു വിഷയം വരുമ്പോൾ നീ പുറകോട്ടല്ല പോകേണ്ടത്, പറ്റിയിരിക്കണം. അപ്പോൾ പ്രാർത്ഥന വർദ്ധിപ്പ്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥന പലരും കുറയ്ക്കുക. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞത്, പ്രശ്നം വരുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ദൈവവുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് വരും. അവിടെ തുറക്കും വഴി. ഞാൻ പറഞ്ഞില്ല, ആ സുഹൃത്ത് എൻ്റെ മുമ്പിൽ വേണമെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയത്. വേണമെങ്കിൽ ആ സുഹൃത്തിന് എന്ത് ചെയ്യാം, ദൈവം എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ദൈവം എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്ക് വേണം ദൈവത്തെ പഴിക്കാം, കുറ്റം പറയാം. ഞാൻ ദൈവത്തെ വിളിച്ചിട്ടും എൻ്റെ കുടുംബത്തിൽ ഇത് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, പഴിക്കാം. ഇല്ല, എനിക്കിതിൻ്റെ അകത്ത് അത്ഭുതം വേണം. ദൈവത്തിൻ്റെ പ്രവൃത്തി. ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതും നമ്മൾ കാണേണ്ടി വരും, പലതും നേരിടേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെയും കർത്താവ് എൻ്റെ കൂടെയുണ്ട് കേട്ടോ. അവിടെ നമ്മളെ സഹായിക്കുന്ന ആത്മീയ മർമ്മങ്ങളാണ് അന്യഭാഷ, വിശ്വാസം, കൃപാവരങ്ങൾ, പരിശുദ്ധാത്മ ശക്തി, അഭിഷേകം. ഇതൊക്കെ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ. ഇതൊക്കെ തിരിച്ചറിയണം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ, വലിയ സന്തോഷം കർത്താവ്. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അന്യഭാഷയിൽ ആരംഭത്തിലെ പ്രാർത്ഥിക്കുവാൻ. അപ്പം നാളെ മുതൽ അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് ഞാൻ നിർബന്ധമൊന്നുമില്ല,
നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് 9:15 മുതലുണ്ട്. നിങ്ങൾക്ക് 9:30 മുതലാണ് നമ്മുടെ ഈ വചന തുടങ്ങുന്നത്. ആ സമയത്ത് കയറിയാൽ അത് മതിയെങ്കിൽ അത് മതി. അന്യഭാഷ വരവുള്ളവർ, ആഗ്രഹമുള്ളവർ, വലിയൊരു പകർച്ചയുണ്ടാവും നിങ്ങളുടെ മേൽ. ആഗ്രഹമുള്ളവർക്കൊക്കെ കയറാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഈ സമയത്ത് രോഗികളാണ് നമ്മൾ ഇന്നലെയൊക്കെ വലിയ സാക്ഷ്യം കണ്ടു. വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ അവരെ സൗഖ്യമായത്, രോഗശക്തികൾ വിട്ടുപോയത്, വേദനകൾ വിട്ടുപോയത്, പ്രതിസന്ധികൾ മാറിപ്പോയത്, ഇന്നും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എത്ര പേര് വരാൻ തയ്യാറായവരുണ്ട് ഒന്ന് പറഞ്ഞ്, അതോ മടി പിടിച്ചോ? നമ്മൾ ആമേൻ, ആമേൻ. കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്ന് തുടക്കത്തിൽ പറയാൻ വേണ്ടിയിരുന്നെങ്കിലും അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് പോകാം. നോട്ടീസിൻ്റെ കാര്യം, കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുക്കുന്ന കാര്യത്തിൽ ചില ആൾക്കാർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക്, നമ്മുടെ പ്രയറിലുള്ള സഹോദരങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ടീസുകൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എങ്ങനെയും എത്തിച്ചു തരുമെന്ന് വിശ്വസിക്കുന്ന കാര്യം. ഒത്തിരി ദൂരം നമുക്കറിയത്തില്ല, കൊറിയറോ വല്ലതും ഒക്കെ ചുരുങ്ങിയ സമയമുള്ളപ്പോൾ ചിലരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എത്തിക്കാമെന്ന് പറഞ്ഞത്. അതിൻ്റെ നോട്ടീസിന് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് ചിലർ പറയാൻ ഇടയായി തീർന്നു. അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുക, നിങ്ങളതുമായിട്ട് കണക്ട് ചെയ്യുക, അവരുമായിട്ട് കണക്ട് ചെയ്യുക. ഞാൻ എന്തായാലും എനിക്കെന്തായാലും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ തലേദിവസം മാത്രമേ പ്രാർത്ഥനയിൽ എത്തത്തുള്ളൂ. മീറ്റിങ്ങിന് തലേദിവസം അല്ലെങ്കിൽ ഞാൻ കൊടുത്താൽ 1000 എണ്ണം. വർഗീസ് പാറക്കാണ് റെഡിയായിട്ട് നിൽക്കുക കൊടുക്കാൻ വേണ്ടി 2000 കോപ്പിയൊക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കുക. ഒരു സുവിശേഷത്തിൻ്റെ ഒരു വാതിലാണ്. ആഗ്രഹമുള്ളവർ, നിർബന്ധമൊന്നുമില്ല. ആരൊക്കെയോ താല്പര്യം പറഞ്ഞവർക്ക് വേണ്ടിയാണ്. ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ അയച്ചു തരും. 10 കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ 10 അയച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ എൻ്റെ പ്രിൻറ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. അത് ബന്ധപ്പെടുക. അത് ഞാൻ എടുത്തു പറഞ്ഞെന്നേ ഉള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക. അവർ നോട്ടീസുകൾ അല്ലെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ അയച്ചു തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ചെറിയ കോപ്പിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ DTP പോലെയൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കാനേക്ക് വന്നത് അവർ പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ കോപ്പി ഇമെയിൽ വല്ല അയച്ചു വന്നിട്ട് നിങ്ങളുടെ അവിടെ പ്രിൻറ്റ് വല്ല എടുക്കാൻ പറ്റും. ഫോട്ടോസ്റ്റാറ്റോ അങ്ങനെ വല്ലതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 10 പേർക്ക് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, തകർന്നവരെ കൂട്ടിക്കൊണ്ട് വരിക, രോഗികളായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ട് വരിക. ദൈവമാണ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ആരുടെയും മിടുക്കല്ല. ബ്രദറിൻ്റെ മിടുക്ക് കാണാൻ വേണ്ടി ആരും വരരുത്. ബ്രദർ ഒരു മിടുക്കിനുമില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരാൾ തന്നെയാണ്. കർത്താവിൻ്റെ അഭിഷേകമാണ് വ്യത്യസ്തമാക്കുന്നത്. കർത്താവാണ് അത്ഭുതം ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെയും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾക്ക് വിതയ്ക്കാം. വരാൻ പോകുന്ന എല്ലാ മീറ്റിംഗ്, ലോകം മുഴുവൻ നടക്കാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങിനെയും ബ്ലസ് ചെയ്യുന്നു. അതിലേക്കുള്ള വിത നിങ്ങൾക്ക് വിതയ്ക്കാം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും. ബിസിനസ്സിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ഒരു നന്മയും കുറയത്തില്ല. വാരി വിതറി കൊടുക്കുവാൻ സാമർഥ്യ ദൈവം തരും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ പുറകെ വരും. ദൈവം വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. യേശുവെ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ എന്നോട് ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സണ്ണി എന്ന് പറയുന്ന ഒരു പേരുടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതിൻ്റെ അകത്ത് വലിയൊരു കുരുക്ക് കിടക്കുന്നതിനെ ഈ നിമിഷം കർത്താവ് ആ കുരുക്ക് അഴിക്കുന്നതായിട്ട് പറയുന്നു. ആധാരത്തിൻ്റെ മേൽ ആ ഡോക്യുമെൻ്റ്, ആധാരമാണ് എനിക്ക് അറിയത്തില്ല, ഡോക്യുമെൻ്റാണ് ഞാൻ കാണുന്നത്. പക്ഷേ സണ്ണി എന്നൊരു പേര് കർത്താവ് എന്നെ വെളിപ്പെടുത്തുന്നു. ഇന്ന് ആ കുടുംബത്തെ നോക്കിക്കൊണ്ട് ഒരു പ്രവചനം പറയാൻ കർത്താവ് പറയുന്നു. തകർന്ന് അടിഞ്ഞു പോകുമെന്ന് വിധി പറഞ്ഞ ചിലതിനെ, നഷ്ടപ്പെട്ടു പോകുമെന്ന് വിധി പറഞ്ഞ ചിലതിനെ തമ്പുരാൻ ഇന്ന് ആ കുരി കഴിച്ച് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ ഭവനം ഏറ്റെടുത്തോണം. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്നിവിടെ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്നവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ പ്രതിസന്ധി അവിടെ നിന്ന് നീങ്ങട്ടെ. പ്രതികൂലം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഉറപ്പിക്കുന്നു. പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറാണ് സണ്ണി. അവിടെ പ്രശ്നങ്ങളായി അവിടെ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നതാണ് ബ്രദറെ. ഓ, അത് ഏറ്റെടുത്ത കോട്ടെ. ഇന്ന് എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല ഇല്ല ഇല്ല. ഉറപ്പാണോ? ആമേൻ ബ്രദറെ, ഞാനത് ഏറ്റെടുക്കുന്നു. അവരോട് പറ,
യേശു അത്ഭുതം ചെയ്യുന്നു പറ. യേശു അത്ഭുതം. ഈ സമയം എനിക്കറിയാം ജപ്തിയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇനി എന്നാ പ്രതീക്ഷിക്കാണ്? മരിച്ച ഡെഡ് ബോഡി ഉയർത്തെഴുന്നിട്ട് വന്നു, പിന്നെയാണോ ജപ്തി? യേശുവിൻ്റെ നാമത്തിൽ പറയണം കർത്താവ് അവിടെ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആലോചനകളാൽ ദൈവം നിറയ്ക്കും, ആലോചനയാൽ ദൈവം നിറയ്ക്കും. ഈ ദിവസങ്ങളിൽ കൊല്ലത്തിന് വേണ്ടിയും കോട്ടയത്തിന് വേണ്ടിയും എറണാകുളത്തിന് വേണ്ടിയും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ആ ദേശത്തിൻ്റെ മേലെ ഉണ്ടാകാൻ വേണ്ടി പോയി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിനെ ജിൻസൺ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവിനെ കാണിക്കുക. ജിൻസൺ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് ഇന്ന് ആ മകനെ തൊടുവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജിൻസനെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ തൊടുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ മകൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവമേ ഇങ്ങ് തൊടുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറക്കുന്നപ്പോൾ വാതിൽ തുറക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധികളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അത്ഭുതത്തെ വിശ്വസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ എല്ലാവരും മൈക്ക്, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്, പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുകയാണ്. അതായത് വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വലതുവശത്തായിട്ട് ഒരു പേരയ്ക്ക മരം നിൽക്കുന്ന ഒരു വീട്. ഞാൻ ആ വീടിൻ്റെ പുറത്തിറങ്ങി റൈറ്റ് സൈഡില്ല, വീടിൻ്റെ അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വലതുവശത്താണ് ഈ പേരയുടെ മരം നിൽക്കുന്നത്, വീട് കാണിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിനോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, ശൂന്യമായി നിന്നെ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു 5.5 അടി പൊക്കമുള്ള ഒരു മനുഷ്യനെ കർത്താവ് എന്നെ കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു മാല കഴുത്തിൽ ഇങ്ങനെ, മാല എന്തോ ഇട്ടിട്ടുണ്ട് കഴുത്തിൽ ഇങ്ങനെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ, പ്രത്യേകിച്ച് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഇന്ന് കർത്താവ് ആ വ്യക്തിയെ തൊടുന്നതായിട്ട്, ആ വ്യക്തിയെ ബന്ധപ്പെട്ട് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയ ചില പ്രവൃത്തികളെ ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഒരു വാക്കിങ്ങനെ കേൾക്കുകയാണ്, സമാധാനം വാഴാൻ വേണ്ടി പോവുക. തമ്മിലുള്ള ഇടർച്ചകൾ നീങ്ങി വലിയ ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ കൃപ എന്ന് ചൊരിയുന്നല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഇന്ന് ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു വീടിൻ്റെ അകത്ത് തന്നെ ഈ നമ്മുടെ ഈ ചുമന്ന കളറിലെ ഒരു പൂ ഇങ്ങനെ എടുത്തു വച്ചേക്കുന്നത്, അതായത് ഒരു പൂ, അതായത് നമ്മുടെ പ്ലാസ്റ്റിക് പൂവല്ല, അല്ലാത്ത ചുമന്ന കളറിലൊരു പൂ ഇങ്ങനെ ഒരു ടേബിളിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചുമന്ന കളറിലെ പൂ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് പൂവല്ല, ഒറിജിനൽ പൂവിൻ്റെ ചെടിയും പൂവും കൂടെ വെച്ചിരിക്കുന്ന ഒരു വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ടീപ്പ പോലത്തെ ഒരു സാധനത്തിലാണിത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് കർത്താവ് ഒരു വാക്ക് പറയണം, പലതും നഷ്ടപ്പെട്ടു പോയൊരു ഭവനമാണ്, ഇപ്പം ഇനിയും പലതും നഷ്ടപ്പെടും എന്നൊരവസ്ഥയിൽ നിൽക്കുന്നൊരു ഭവനമാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ഒരു പുഷ്പം പോലെ, ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് പോലെ, പച്ചപ്പ് പോലെ ദൈവം വളർത്താൻ വേണ്ടി പോവാണ്. സകല വിഷയങ്ങളെ നീക്കി ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഈ ആദ്യം പറഞ്ഞ അടയാളമാണോ സിസ്റ്ററെ? ഞാൻ പറഞ്ഞൊരു മനുഷ്യനെയും കർത്താവ് എൻ്റെ അടുത്ത് കാണിച്ച്, എനിക്കറിയത്തില്ല അതെന്നാന്ന് അറിയത്തില്ല. ആ വ്യക്തിയെയും ഈ കാണുന്ന ഈ വ്യക്തി മോനായിരിക്കും. മോനെ മാലയിടും, ഒരു മാലയുണ്ട് മോന്റെ കഴുത്തേല് ഉണ്ട്. എന്നാ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു, ഇന്ന് കേട്ടതുപോലെ സകല വിഷയത്തിൻ്റെ മേൽ ശൂന്യമായതിനെ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു റോസ്മേരീനെ ദൈവം തൊടാൻ വേണ്ടി പോകും. റോസ്മേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊടുക. ഇൻ ദ നെയിം ഓഫ്, ആ ശരീരത്തിൻ്റെ മേലേക്ക് എന്നെ കഴിഞ്ഞ് തളർത്തിയിടാൻ നോക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ ഇപ്പം ആ റോസ്മേരിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുക എന്ന് കർത്താവോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്ന ഭവനത്തിലേക്ക് തൊടുകയാണ്. ആ കുടുംബത്തിൽ ആ തലമുറകളെയും
കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ആ തടസ്സം ഇന്ന് നീങ്ങി പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ സംഭവിക്കുക. രോഗശക്തികൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറും. രോഗത്തിൻ്റെ ആത്മാക്കൾ ആ ശരീരം വിട്ട് ഇന്ന് അവിടെ നിന്ന് മാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആമേൻ, ആമേൻ, ആമേൻ. യേശുവെ നന്ദി കർത്താവേ, യേശുവെ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു പ്രമോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. പ്രമോദിൻ്റെ ഭവനത്തെ ദൈവം തൊടുന്നു. ഞാൻ കാണുന്നു പ്രമോദിൻ്റെ ഈ ഒരു ഭവനത്തിൻ്റെ അകത്തൊരു ഒരു ചിത്രം, ഒരു ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിത്രം കയറി വരുന്നിടത്ത് തന്നെ, ഡോറ് തുറന്ന് കയറി വരുന്നിടത്ത് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ പ്രമോദിൻ്റെ ഭവനത്തിൽ ഒരു ലാമിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചിത്രം ആ ഒരു ഹോളിൽ ഞാൻ കാണുന്നൊരു വീടാണ് കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ആ കുടുംബത്തിൻ്റെ മേൽ ഇങ്ങനെ ഇടർച്ചകളെ മുറിച്ചു മാറ്റിയിട്ട് ദൈവം ഐക്യതയുടെ ആത്മാവിനാൽ ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനം ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ഇടർച്ചകളെ നീക്കാൻ വേണ്ടി പോവുക. വലിയൊരു ദൈവിക സ്വസ്ഥത ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോവുക. ഇന്ന് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യേശുവിൻ്റെ നാമത്തിൽ. ഇത് ആരാന്ന് വെച്ചാൽ സൂമിലോ ലൈവിലോ ഏറ്റെടുത്തോണം. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോവുക. ഇന്ന് അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ സുനീഷ് എന്ന് പറയുന്ന ഒരു മകനുമായി ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കും. സുനീഷ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മകനെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. സുനീഷ്, ഇന്ന് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുക. ഭാവിക്ക് തടസ്സമായി നിൽക്കുന്നതിനെ ദൈവം ഇന്ന് തുറക്കാൻ വേണ്ടി പോവുക. ഭാവിക്ക് തടസ്സമായി നിൽക്കുന്നതിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ആ മകൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ സംഭവിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. എന്റെ ഹസ്ബൻഡ് അനിയന്റെ പേരാണ് സുനീഷ്. ഞാൻ ദൈവത്തിന്റെ സുവിശേഷം ഒരുപാട് പറഞ്ഞു, പക്ഷെ എന്നിട്ട് അവരിത് കൂട്ടാക്കാതെ വീണ്ടും അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. കർത്താവിനെ കുറിച്ച് എപ്പോഴും ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി പറഞ്ഞു കർത്താവ് എന്നവരെ സാക്ഷ്യമാക്കും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ പറഞ്ഞു, എൻ്റെ രോഗം യേശു വഹിച്ചതാ, എൻ്റെ വേദന യേശു ചുമന്നതാ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു രോഗത്തിനോ രോഗശക്തിക്കോ പറയാം, എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയാണ്, ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ മേലേക്ക് സംഭവിക്കുക. ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കീ കാണിക്കുക. 2 വാഹനത്തിൻ്റെ 2 കീ, ഒരു വട്ടത്തിൽ നമുക്കറിയാമല്ലോ, ചെയിൻ്റെ ഒരു റൗണ്ടിലൊരു സംഭവം ഉണ്ടല്ലോ, അത് 2 കീ ഉള്ള ഒരു 2 കീ അതിലിട്ടിട്ടുണ്ട്. ഒരു റൗണ്ടിലിരിക്കുന്ന, അതായത് നമ്മൾ വട്ടത്തിലിരിക്കുന്ന ഇതിൻ്റെ സ്റ്റീലിൻ്റെതും അതിട്ടുകൊണ്ട് 2 കീ ഉള്ള ഒരു കീ. ഇപ്പോൾ അതിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു മുറിക്കകത്തോട്ട് കയറി വന്നിട്ട് ആ മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ വലതുവശത്ത് ഒരു തട്ട് പോലെ ചെറുതായിട്ട് പണിതിട്ടേക്കുന്ന ഒന്നിലേക്ക് ആ കീ വെച്ചിരിക്കുന്ന ഒരു വീടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു റോസ് കളറിലെ ഒരു ഡ്രസ്സ് ഇപ്പോൾ ആ മുറിക്കകത്തിരിപ്പുണ്ട്. ആ ഒരു ഭവനത്തെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ ഒരു അടയാളമാണ് കർത്താവ് എന്നെ മുറിക്കകത്ത് കാണിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ ഏറ്റെടുത്തോണം. അനർത്ഥം വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ വലിയ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കുടുംബം ഏറ്റെടുത്താട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്നവിടെ തുടങ്ങുന്നല്ലോ. എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നവ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു. എന്റെ വീട്ടിലാണ്. സിസ്റ്ററുടെ വീട്ടിലാണ് ഈ പറഞ്ഞ അടയാളം? അതെ അതെ അതെ. ഈ ഡ്രസ്സിന്റെ കളറും എല്ലാം സിസ്റ്റർ കേട്ടായിരുന്നോ? കീയുടെ കാര്യങ്ങളെല്ലാം? അതെ അതെ, പിങ്ക് കളറിലുള്ള ഡ്രസ്സ് ഇരിപ്പുണ്ട്. ചാവി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. 2 ചാവി ഒരെണ്ണത്തിന്, ഒരു റിങ്ങിനകത്ത്. ഏറ്റെടുത്തു സിസ്റ്റർ. ഇന്ന് കർത്താവ് ഇന്ന് സകലത്തിൻ്റെ മേൽ ഇന്ന് ഡെലിവറൻസ് നടക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ,
ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്നവിടെ വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ഇത് സമയമാണ്. ഞാൻ പറയില്ല, പിശാചിനോട് പറയണം, നിനക്കെന്നെ തകർക്കാൻ കഴിയത്തില്ല. രോഗമായിക്കോട്ടെ, പ്രതിസന്ധി ആയിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, പറയണം എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാമമാണ്. ഞാൻ ഇതിനെയൊക്കെ പൊട്ടിച്ച് പുറത്തു വരും. ഞാൻ അത്ഭുതം കാണും, ഞാൻ അത്ഭുതം കാണും, ഞാൻ അത്ഭുതം കാണും. നാവിടത്തുനിന്ന് സംസാരിച്ച് ഞാൻ അത്ഭുതം കാണും, ഞാൻ അത്ഭുതം കാണും, ഞാൻ അത്ഭുതം. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ അത്ഭുതം കാണും. പറ, എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അത്ഭുതം കാണും, ഞാൻ അത്ഭുതം കാണും. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അത്ഭുതം കാണും. കർത്താവിൻ്റെ സാക്ഷിയാണ്. ഇപ്പോൾ ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നതിന് കൈയെടുത്ത് വെച്ച് ആ രോഗമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത്, ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് ഉറക്കെ പറ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ രോഗം യേശു വഹിച്ചതാ, എൻ്റെ വേദന യേശു ചുമന്നതാ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവം. പറ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവം. എൻ്റെ രോഗവും എൻ്റെ വേദനയും യേശു അനുഭവിച്ചതാണ്, യേശു അനുഭവിച്ചതാണ്, യേശു അനുഭവിച്ചത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദനകൾ വിട്ടുമാറുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസറുകൾ, ട്യൂമറുകൾ, മുടന്തുകൾ, കേൾവിയില്ലാത്ത അവസ്ഥകൾ, ഇന്ന് കേൾവി വരികയാണ്, ചെവിയിലെ ബുദ്ധിമുട്ടുകൾ, സംസാരിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ, നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ എല്ലാം കൈവച്ച് യേശുവിന് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കുക, കാതിൻ്റെ കേൾവി വർദ്ധിക്കുക, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾ ഇപ്പം നീങ്ങുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുക. എന്നെ കുറച്ച് നേരമായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഒരു പത്മനാഭൻ എന്നുള്ള പേരിങ്ങനെ കുറേ നേരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ആ പേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ, സൂമിലുണ്ടോ അതോ ലൈവിലേക്ക്? പത്മനാഭൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പേര് എൻ്റെ മനസ്സിലേക്ക് കുറേ നേരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ആ കുടുംബവുമായിട്ട് എന്തോ ബന്ധപ്പെട്ട് പേര് പത്മനാഭൻ എന്നാണ്, പക്ഷെ ജീവിച്ചിരിപ്പില്ല. ഇല്ല, എന്നെ ആ കുടുംബം കാണിച്ചോണ്ട് കുറേ നേരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. പത്മനാഭൻ എന്നുള്ളത് 3 ആമക്കളാണ്. 3 ആമക്കളുള്ള അല്ലെ? യേശുവിന്റെ നാമത്തിൽ അവൻ എന്നോട് ഇങ്ങനെ എപ്പോഴും പറയും, നിങ്ങൾ യേശു എന്ത് ചെയ്തു, കോശു എന്ത് ചെയ്തു എന്നല്ല എന്നോട് പറയും എപ്പോഴും. അവന് വേണ്ടി പ്രാർത്ഥിച്ചോ, പറഞ്ഞവന് വേണ്ടി ഇന്ന് പത്മനാഭന്റെ ഭവനത്തിൽ ദൈവം അവനെ തൊടാൻ വേണ്ടി ഇവിടെ പറയണം. നീ യേശുവിൽ വിശ്വസിക്കുക, നീ ഒരു അനുഗ്രഹമായി തീരുന്നു പറയണം. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ്. ഞാനൊരു 0691 എന്നൊരു നമ്പർ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 0691 എന്നൊരു നമ്പർ. അത് എന്ത് നമ്പറാന്ന് എനിക്കറിയത്തില്ല. 0691 എന്നൊരു നമ്പർ കണ്ടുകൊണ്ടിരിക്കുക. അത് ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, എന്തോ ഒരു കാര്യമാണ് ആരുമായിട്ട് ഒന്നുകൂടെ 069 എന്ന നമ്പർ, അത് ആരുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്പറായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യേശുവിൻ്റെ നാമത്തിൽ അത് ആരാണോ ആ വ്യക്തി, അതുമായിട്ട് എന്താണോ കണക്ഷൻ, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ കർത്താവ് ഇന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ആ വ്യക്തിയെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് എന്നെ കാണിക്കും. ഫെഡറൽ ബാങ്കിൽ ഒരാധാരം വെച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഫെഡറൽ ബാങ്കിൽ ആധാരം വെച്ചിരിക്കുന്ന ഒരു വ്യക്തി, നഷ്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. 4 ചെക്കുകൾ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അതെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഫെഡറൽ ബാങ്കിൽ ആധാരം ഇരിക്കുകയും 4 ചെക്കുകളും കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ മേൽ കുരുക്ക് വീണിരിക്കുകയാണ്, സാമ്പത്തിക കുരുക്ക്. ഇന്ന് അത് യേശുവിൻ്റെ നാമത്തിൽ അഴിയുകയാണ്. ഇപ്പോൾ തന്നെ ആ സാമ്പത്തിക കുരുക്ക് പൊട്ടി നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത രീതിയിൽ ആധാരം കരത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ അത് സംഭവിക്കാൻ വേണ്ടി പോവുക. ദൈവത്താൽ ആ കുരുക്ക് പൊട്ടിച്ച് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ, അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ഞെരുക്കം മാറി വിശാലതയിലേക്ക് വരട്ടെ, വിശാലതയിലേക്ക് വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ ഈ സമയത്ത് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വെളിപ്പെടുകയാണ്. കൈവച്ച് അല്പനേരം പറഞ്ഞുകൊണ്ടിരുന്നത് വലിയൊരു അഭിഷേകത്തിൻ്റെ അഗ്നി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആ രോഗശക്തികൾ ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവെ അങ്ങേക്ക് ദുഃഖിപ്പിച്ച ഏതെങ്കിലും സ്വഭാവങ്ങളോ ഏതെങ്കിലും തെറ്റുകളോ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ ഒന്നേറ്റ് പറഞ്ഞ് ആരുടെ ദൈവനാമം നിമിത്തം കർത്താവ് ഞാൻ ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും വാക്കോ പ്രവൃത്തിയോ ഏതെങ്കിലും രീതിയിൽ മറ്റൊരു വ്യക്തിയെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുവെ എന്നോട് ക്ഷമിക്കണമെന്നൊന്ന് പറഞ്ഞ് ഒന്ന് ക്ഷമിക്കണമെന്ന് പറ. ആ ഹൃദയ
ഹൃദയം ഒരു നിമിഷം ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ് യേശുവേ ഒന്ന് പറ കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് കർത്താവേ, മറ്റുള്ളവരാരുടെ കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടപ്പോൾ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടപ്പോൾ, ഏതെങ്കിലും അഭിഷക്തന്മാരുടെ കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കർത്താവേ, എന്നോട് പൊറുക്കണേ കർത്താവ്. എന്നേറ്റു പറഞ്ഞ് ഒന്ന് മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറ കർത്താവിനോട് ക്ഷമിക്കണം കർത്താവേ, ഞാനിന്ന് മറ്റുള്ളവരെ ഞാൻ നിമിത്തം മറ്റൊരു വ്യക്തി വേദനിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമിക്കണേ അപ്പ, ഞാനത് കർത്താവ്, ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഒന്ന് പറഞ്ഞ് ഇപ്പോൾ ആ സൗഖ്യത്തിന് വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി യേശുവിൻ്റെ സന്നിധിയിൽ നേറ്റു പറഞ്ഞ് കർത്താവേ, ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ്, അത്ഭുത സൗഖ്യം നടക്കട്ടെ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് അത്ഭുതം വന്നിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് ഞങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഈ നിമിഷം വേദനകൾ വിട്ടുമാറുകയാണ്. ഇപ്പോൾ തന്നെ രോഗങ്ങൾ വിട്ടുമാറുകയാണ്. പുതുവഴി തുറക്കുകയാണ്. ആ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുകയാണ്. കുടുംബ സമാധാനം വരികയാണ്. സന്തോഷം വരികയാണ്. ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, പരീക്ഷകളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. ഇതെല്ലാം ഇന്ന് ജയത്തെ കൽപ്പിക്കുന്നപ്പോൾ സകല പ്രതിസന്ധികളെയും യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. അത്ഭുത സാക്ഷ്യത്തിന് നന്ദി. ഈ നിമിഷം ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കൈവച്ച്, ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ തന്നെ ചലിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ വേദനകൾ വിട്ടുമാറി. അത്ഭുത സാക്ഷ്യത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സമയം സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, ആലോചന ഉണ്ടെങ്കിൽ, ഒരേ ആലോചന ഒരേപോലെ വന്നവരെ എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരാൾ പറയുമ്പോൾ അത് ഏറ്റെടുത്താൽ മതി, എടുത്ത് പറയണമെന്നില്ല. എപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ജയം ദൈവം തന്നു കഴിഞ്ഞു. ധൈര്യമായിരിക്കുക, അത്ഭുതം കണ്ടിരിക്കും നിങ്ങൾ. ഗോഡ് ബ്ലെസ് യു. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, വേഗത്തിൽ ചുരുക്കമാക്കലിൽ പറഞ്ഞാട്ടെ. ബ്രദറെ പ്രമോദ് എന്ന് പറഞ്ഞത് എന്റെ മാമന്റെ മോനാണ് ബ്രദറെ. പക്ഷെ ജീവിച്ചിരിപ്പില്ല. എന്റെ മാമന്റെ മോളും മാമിയും എല്ലാം ഉണ്ട് ബ്രദറെ. അത് ഞാൻ ഏറ്റെടുക്കട്ടെ ബ്രദറെ? വേണ്ട, ജീവനുള്ള ഒരാളുണ്ടെന്ന് ഏറ്റെടുത്തില്ലായിരുന്നോ? ജീവിച്ചിരിക്കുന്ന ആളാ സിസ്റ്റർ. അത് ജീവിച്ചിരിക്കുന്ന ആരോ പറഞ്ഞു. എന്റെ മേമയുടെ മോളുടെ ഹസ്ബൻഡിന്റെ പേരാണ് പ്രമോദ്. ഈ പറഞ്ഞ അടയാളം എല്ലാം സിസ്റ്റർ കേട്ടായിരുന്നല്ലോ. അതെല്ലാം കുടുംബത്തിലും ഫ്രെയിം ചെയ്ത് അവരുടെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് അതിന്റെ മേൽ സാക്ഷിയാക്കി മാറ്റാൻ ഇടയായി തരും കേട്ടോ. പിന്നെ പറഞ്ഞത് കേട്ടില്ല ബ്രദറെ, ഞാൻ കുറച്ച് സൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. ബ്രദർ പറഞ്ഞതൊന്നും കേട്ടില്ല. എന്താ ആലോചന അവനെ കുറിച്ച് പറഞ്ഞു സിസ്റ്റർ? ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ യൂട്യൂബിലുണ്ട്, ഇത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് ഓക്കെ. കുഴപ്പമില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. റോസ്മേരി എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോളാണ്. അവൾക്ക് നട്ടലിന് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പിന്നെ അവളുടെ ബ്രസ്റ്റിന് ഒരു ചെറിയ ഇതുണ്ടായി. അത് ഓപ്പറേഷൻ കഴിഞ്ഞാണ് അവൾക്ക് ഏപ്രിൽ മാസം കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നന്റ് ആയ ഉടനെ തന്നെ അബോർഷൻ ആയിപ്പോയി. ഇപ്പൊ അവളും ഞങ്ങളും ഒരു കുടുംബം, ഒരു പറമ്പിൽ 2 വീടാണ്. അവളെ കല്യാണം കഴിച്ച് പാലക്കാട് വിട്ടു. അവള് അബോർഷനായിട്ട് 1 മാസേ ആയുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇന്ന് തന്നെ ആ സഹോദരിയെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇനി നിന്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികളെ ചെയ്യുവാൻ പോകുന്നു, ആ തടസ്സം നീങ്ങിയിരിക്കുമെന്ന് ആ റോസ്മേരിയോട് പറയണം. ഇന്ന് മുതൽ ആ മകളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി കാണാൻ വേണ്ടി പോകുക കേട്ടോ. ഏറ്റെടുത്ത് പറഞ്ഞോണം. ഇന്ന് തന്നെ മെസ്സേജ്, വിളിക്കാൻ പറ്റില്ലെങ്കിൽ മെസ്സേജ് വിടുക കേട്ടോ. ബ്രദർ വേറൊരു കാര്യം, ബ്രദർ കഴിഞ്ഞ ദിവസം സൗമ്യക്ക് വേണ്ടി, സൗമ്യ യേശു തൊടുന്നു എന്ന് പറഞ്ഞു. സൗമ്യ എന്ന് പറഞ്ഞ കുട്ടി എന്റെ ഓഫീസിൽ എഡ്യൂക്കേറ്റ് ആയിട്ട് എറണാകുളത്ത് നിന്ന് വല്ലപ്പോഴും വരുന്നതാണ്. ഒരു 35 വയസ്സുള്ള കുട്ടികളില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാനത് ഏറ്റെടുത്തൊന്നും പറഞ്ഞില്ല അന്ന്. പക്ഷെ ഞാൻ സൗമ്യ വിളിച്ച് പറഞ്ഞപ്പം സൗമ്യ ഈ കുട്ടികളില്ലാത്തതിന് വേണ്ടി ഒരു ലാപ്രോസ്കോപ്പി ചെയ്ത കിടക്കുവാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. അപ്പൊ ബ്രദർ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു മാഡം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ടി കുട്ടികളില്ലാത്തതാണ്. തീർച്ചയായിട്ടും അവരോട് ബലപ്പെടുത്തി അതിന് കർത്താവ് തലമുറയെ തരുമെന്ന് പറയണം. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയണം കേട്ടോ.
കർത്താവ് ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ ദൈവം തലമുറയെ തരുമെന്ന് പറയണം. കർത്താവ് അത് ചെയ്യും. ഗോഡ് ബ്ലസ് യു. അത് ഞാൻ പറഞ്ഞ പറഞ്ഞു. രാത്രി ഇടുന്ന വഴക്കിടണ്ടെന്ന് പറഞ്ഞു. ഹലോ, മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പ്രൈസ് ലോ. ആ ഹലോ, പറഞ്ഞു സിസ്റ്ററെ. പ്രൈസ് ലോ ബ്രദർ. ബ്രദർ, ഞാൻ ഷൈജി, ഞാൻ കുവൈറ്റിൽ നിന്നാണ്. ഒരു മാസമായിട്ട് ഞാൻ നാട്ടിലെ ലീവിന് പോയിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കൃപയിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്ന ലീവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു 1.5 മാസം മുമ്പ് ഒരു ദർശനം കണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോനാണെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഭയങ്കര ട്രമറൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രി 2:15 ഞാൻ ഒരു ദർശനം കാണുകയാണ്. മകൻ മരിച്ചു പോയതായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറയുന്നത്. സിസ്റ്റർ ഒന്നും കൂടെ മ്യൂട്ട് മാറ്റി പറഞ്ഞു സിസ്റ്ററെ. ഇതൊന്ന് ഞാൻ ഓൾ മ്യൂട്ടായി പോയി. സോറി. പറഞ്ഞു. ഞാൻ ഒരു 1.5 മാസം മുമ്പ് ഒരു ദർശനം കണ്ടിരുന്നു ബ്രദർ. അതായത് എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ മോന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതായിട്ട് ഹസ്ബൻഡ് വിളിച്ച് പറയുന്നതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് അത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു. പിന്നെയും പ്രാർത്ഥിച്ചു, കർത്താവെ, ആ മകനെ കുറിച്ചുള്ള എൻ്റെ കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കടന്നു. എന്നാൽ പിന്നെയും ഞാനിത് കാണുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും ആ വ്യക്തി പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെട്ടതായിട്ടും പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളതാണ്. ട്രെമറൊക്കെ ഇങ്ങനെ കൈയും കാലും എല്ലാം നല്ലോണം വിറയ്ക്കുകയും നല്ലോണം നടക്കാനൊന്നും പറ്റാത്തൊരു മകനായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ എന്നെ കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് ഒരാഴ്ചയായിട്ട് ഞാനങ്ങ് പിന്നെ സിക്കായിപ്പോയി. എനിക്ക് മീൻസ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ എനിക്കൊന്നും സാധിക്കാത്ത രീതിയിൽ എനിക്ക് പനിയോ ഭയങ്കര ഭാരങ്ങളോ ഒക്കെ ആയി. പിന്നെ ഞാൻ പിന്നെ മനസ്സിനെ ഇങ്ങനെ എന്നെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഞാൻ അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഇപ്പോൾ ചെന്നപ്പോൾ കണ്ടത് ദൈവം തമ്പുരാന്റെ കൃപയാൽ ആ മകന് പൂർണ്ണമായുള്ളൊരു വിടുതൽ കാണുവാൻ കർത്താവിനെ കൃപയാൽ സാധിച്ചു. ആ മകനോട് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് അനേകരോട് വചനം പറയുവാനും ഞങ്ങളുടെ ചർച്ചിൽ 100-200 പേര് കൂടുന്നിടത്ത് കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള വചനം പറയുവാനും കർത്താവിനെ ബലപ്പെടുത്തി. പിഞ്ചു കുഞ്ഞുങ്ങൾ തൊട്ട് തല മൂത്തവർ വരെ വന്ന് എന്നെ അനുഗ്രഹിച്ച്, മോളെ നല്ല മെസ്സേജ് ആയിരുന്നു എന്ന്, ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ഒരു പറയുവാനും സാധിച്ചു. ഇതൊക്കെയും ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ലഭിച്ച കൃപയാണ്. ഞാൻ ചെറിയ വചനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ബ്രദറിൻ്റെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് വചനങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനും വചനത്തിലെ പ്രവൃത്തികളൊക്കെ കാണുവാൻ ദൈവം തമ്പുരാന്റെ കൃപയാൽ എന്നെ സാധിച്ചു. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് എന്നെ അത്ഭുതകരമായിട്ടും ആത്മീയവും ഭൗമികവുമായിട്ട് കർത്താവിനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രോഗത്താൽ, പാർക്കിൻസൺസിൻ്റെ അസുഖത്താൽ ഭാരപ്പെട്ട ആ ഒരു കസിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിശാച് കാണിച്ചൊരു ദർശനമായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു ദർശനം കാണിച്ചു. പക്ഷേ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകും. പിശാചല്ല, ദൈവാത്മാവ് വെളിപ്പെടുത്തി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് ആ സഹോദരി എന്ത് ചെയ്തു? ആ ദർശനം കണ്ട ഉടനെ മരിക്കുമെന്ന് ഓർത്തിരുന്നില്ല. പക്ഷെ പ്രാർത്ഥിച്ചു, ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ രോഗത്തിലിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടി. അതാണ് ഫൈറ്റ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ചു. നാട്ടിൽ ചെന്നപ്പോൾ ഇന്ന് പറഞ്ഞുള്ളത് തന്നെ അവനെ സൗഖ്യമുള്ളവനായി കാണുവാൻ. അപ്പം മരിക്കുമെന്ന് വിധി പറഞ്ഞതിനെ സൗഖ്യമുള്ളവനായി കാണുവാൻ പ്രാർത്ഥനയുടെ ശക്തിയാൽ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പ്രിയ സുഹൃത്തുക്കളെ അവനോട് സുവിശേഷം പറയുവാനും ഒരു വളർച്ച ദൈവം കൊടുത്തു. ഇനിയും അനേകരെടുത്തു പോയി കർത്താവിൻ്റെ സുവിശേഷം പറയുക. അനേകരിടയിൽ കർത്താവ് ഇനിയും ഉപയോഗിക്കും. ശക്തമായിട്ട് കൃപാവരങ്ങളാൽ ദൈവം ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഹലോ ബ്രദർ, പറഞ്ഞു പറഞ്ഞതുപോലെ ആ സിസ്റ്റർ
ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് വളർത്തുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട് ബ്രദർ. ഓക്കെ, എൻ്റെ കേൾക്കാം ബ്രദറെ. ഓക്കെ, നിങ്ങളിത് പറഞ്ഞു. ഇവിടെ എനിക്ക് കട്ടായതാണ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലസ്. ഇടയ്ക്ക് സൗണ്ട് ഞാൻ കേട്ടിരുന്നു, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് മൈക്ക് കട്ടായി പോയായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകരിടയിൽ കർത്താവ് ഉപയോഗിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടേ പറഞ്ഞോട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു മെസ്സേജ് അയച്ചിരുന്നു വാട്സപ്പിലേക്ക്. ഒരു രോഗക്കിടക്കയിൽ നിന്നിട്ട് ഹോസ്പിറ്റലില്, പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ കിടക്കിയിരുന്നു. എന്റെ കുടുംബത്തിൽ ഒരു ചേച്ചിയായിരുന്നു. അവര് മരിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു അവർക്ക് വേണ്ടിട്ട്. അവരുടെ കുടുംബത്തില് വല്ലാത്തൊരു അവസ്ഥയാണ് ബ്രദറെ. കാരണം അതുകൊണ്ട് അവരുടെ അച്ഛൻ തൂങ്ങി മരിച്ചു, അവര് മോൻ ഷുഗർ, ഇപ്പൊ അവര് അമ്മി മരിച്ചു. 1 വർഷത്തിനുള്ളിൽ 3 മരണം ആ കുടുംബത്തില്. ഇനി ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ ആ വീട്ടില്, ബാക്കി എല്ലാം പോയി. അപ്പൊ ആ കുടുംബത്തിന്, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു സിസ്റ്റർ. കുടുംബത്തോട് പറഞ്ഞാൽ ഇന്ന് അവരുടെ യേശുവിലേക്ക് വരാൻ പറഞ്ഞ കാര്യം എനിക്കറിയാം. തുടർമായിട്ടുള്ള മരണങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നിലൊരു കാരണമുണ്ട്. അവർക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിൽ അനർത്ഥത്തെ ഇന്ന് പുറത്താക്കിക്കൊണ്ട് അവിടെ ചെന്ന് കഴിയുന്ന സമയങ്ങളിലേക്ക് അവരെ വചനം പറയണം. ആ കുടുംബത്തിൽ പോയിട്ട് കർത്താവ് ഇന്ന് നിങ്ങളിലൂടെ ആ കുടുംബത്തിൻ്റെ എല്ലാ തകർച്ചകളെയും തിരിച്ചെടുക്കുവാൻ കർത്താവ് സഹായിക്കും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദർ ഒരു നമ്പർ പറഞ്ഞല്ലോ, 0691. എന്ത് നമ്പർ ആസ്റ്റർ? അത് അല്ല, ഒരു നമ്പർ പറഞ്ഞല്ലോ, ആലോചന പറഞ്ഞല്ലോ. സിസ്റ്ററുമായിട്ട് ബന്ധമുള്ള നമ്പറാണോ? എന്റെ ഐഡിയില് 6091 ഉണ്ട് ബ്രദറെ. ഇപ്പൊ പറഞ്ഞ നമ്പർ ഏതായിരുന്നത്? ബ്രദർ പറഞ്ഞത് 0691 എന്നാണ് പറഞ്ഞത്. എന്റെ ഐഡിയില് 6091 ആണ്. 0691 ആണ് ബ്രദർ പറഞ്ഞത്. എന്ത് ഐഡിയ സിസ്റ്റർ അത്? എന്റെ ഇവിടുത്തെ ഖത്തർ ഐഡി. അപ്പൊ ആ നമ്പറുമായിട്ട് എന്തെങ്കിലും ആ ഒരു കണക്ഷൻ, ഡെലിവറൻസ് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാതെ പറഞ്ഞത്. അത് ഏറ്റെടുത്തോണം കേട്ടോ. കർത്താവിന് അതിന്റെ മേലേക്ക് ഒരു സാക്ഷ്യം. ഓർഡർ മാറിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 0691 ആണ് ബ്രദർ പറഞ്ഞത്. എന്റെ ഐഡിയില് 6091 ആണ്. 6091 ആണോ? എന്നാൽ ചിലപ്പോൾ അത് സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കത്തില്ല സിസ്റ്റർ കേട്ടോ. ആ നമ്പറുമാര് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, അടയാളം ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ആലോചന വരുമ്പോൾ അതിന്റെ അടയാളം നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും? ഞാനൊരു കാര്യം, എന്റെ സഹോദരന്റെ മകന്, അവന് ഒരാഴ്ചയായി ലൂസ് മോഷനും വോമിറ്റിങ്ങും ആയിട്ട് കിടക്കുവാണ്. ഒരു വക കഴിക്കുന്നില്ല, ട്രിപ്പ് മാത്രമാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കണേ. കർത്താവിന്റെ മേൽ അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിന് നന്ദി പറയും. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞായിരുന്നല്ലോ. ഇന്ന് മുതൽ ആ വിഷയത്തിന് മേൽ കൽപ്പിക്കുന്നു. കർത്താവ് അവനെ തൊട്ടതിന് നന്ദി, അവന്റെ മേൽ പ്രവർത്തിച്ചതിന് നന്ദി, അവന്റെ രോഗം മാറിയത് നന്ദി, ഇപ്പോൾ മുതൽ റിസൾട്ട് വെളിപ്പെട്ടതിന് നന്ദി പറയുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്റർ പ്രവർത്തിച്ച് കഴിഞ്ഞു കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ സാക്ഷികൾ പറഞ്ഞോട്ടെ, സമയം നമുക്ക് ഇച്ചിരി മുന്നോട്ട്. പറഞ്ഞോ ബ്രദർ. ഒരു പറഞ്ഞില്ലേ പത്മനാഭന്, എന്റെ ചേച്ചിയുടെ ഭർത്താവാണ്. പക്ഷെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരെ മൂത്ത മോൻ എപ്പോഴും എന്നെ ഇങ്ങനെ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്നെ എപ്പോഴും പറയും, നിങ്ങൾ യേശു കുശു എന്ത് ചെയ്തു എന്നിട്ട് എന്നെ എപ്പോഴും തരം താഴ്ത്തി സംസാരിക്കും. കാരണം അവരെല്ലാം നല്ല നിലയിലാണ്, പക്ഷെ ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് വീടില്ല. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടീനെ തന്നെയാണ് എൻ്റെ മോൻ കല്യാണം കഴിച്ചത്. പക്ഷെ അതുകൊണ്ടല്ല ഞങ്ങളെ ഭയങ്കരമായിട്ട് അവൻ എപ്പോഴും പറയും. അത് ഇപ്പം സാറ് ബ്രദർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയണം, പത്മനാഭൻ പറഞ്ഞത് കൊണ്ടും
കാരണം ഇന്ന് ആ വ്യക്തിയെ ദൈവം തൊട്ട് വസ്ത്രമായി. ഇന്ന് ആ വ്യക്തിയുടെ നാവിനെ തൊട്ട് ദൈവം നമുക്ക് അനുകൂലമാക്കി. ഇന്ന് നമ്മളെ കുറ്റം പറഞ്ഞെങ്കിൽ കർത്താവ് അത് കണ്ടു, ദൈവം അനുകൂലമാക്കി തന്നെ കർത്താവ് ഇന്ന് മാറ്റാൻ വേണ്ടി പോകണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വന്ന് ആ വ്യക്തി തന്നെ പറയുന്ന രീതിയിലേക്ക് കർത്താവ് നിങ്ങളെ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ച് അതിൻ്റെ മേൽ സംഭവിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സമയം വേഗത്തിൽ പറക്കുവാണ്. നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, യൂട്യൂബിലാണ് നാളെ മാത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം അന്യഭാഷാ പ്രാർത്ഥന മുടക്കണ്ട. നിങ്ങൾ അന്യഭാഷ വരവുള്ളവർ ആ സമയം തന്നെ കണക്ക് കൂട്ടി നിങ്ങൾ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. തിങ്കളാഴ്ച മുതൽ നമ്മൾ വീണ്ടും അന്യഭാഷ പ്രാർത്ഥന ആരംഭിക്കും. അതിനുശേഷം നമ്മുടെ പ്രാർത്ഥന നടക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. അപ്പം ഇതിനു വേണ്ടി മറക്കരുത്, ഫെബ്രുവരിയിലെ മീറ്റിങ്ങിന് വേണ്ടി ഇനി ചുരുക്കിയ സമയങ്ങളുള്ളൂ. പ്രാർത്ഥിക്കുക. നമുക്കതിൻ്റെ അകത്ത് വർഷിപ്പുണ്ട്, അത് ലൈവ്, അതിൻ്റെ അകത്ത് വരുന്ന ആളുകൾ പല ദൂരത്തുനിന്ന് യാത്ര ചെയ്യുന്നവരുണ്ട്, പല ക്രമീകരണങ്ങളുണ്ട്, നമ്മുടെ ഹോളുകളും ഓഡിറ്റോറിയങ്ങളും അതൊക്കെയും എല്ലാം അനുഗ്രഹം, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ എല്ലാം ഭംഗിയായി തന്നെ അനുഗ്രഹമായി തന്നെ കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാത്ത നമ്മുടെ പ്രാർത്ഥന കോട്ടയത്ത് വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യെങ്കിൽ ഇത് നമ്മൾ വലിയ പ്രിപ്പറേഷനൊന്നുമില്ല. പക്ഷേ കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്യും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനെല്ലാം കർത്താവ് പ്രതിഫലത്തെ ദൈവം തരും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് വീണ്ടും നാളെ ഒരുമിച്ച് കൂടാം. നമുക്ക് ഈ സമയത്ത് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ദൈവത്തെ എല്ലാവരും സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത്